പിണറായി സർക്കാർ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് കൊച്ചിയിൽ ഒരു നിക്ഷേപ സംഗമം നടത്തിയിരുന്നു. ആഗോള നിക്ഷേപ സംഗമം എന്ന പേരിൽ ഇന്ത്യയിലെ ചില കച്ചവട സ്ഥാപനങ്ങൾ ഒക്കെ ബിസിനസ് പ്രഖ്യാപിച്ച ഒരു സംഗമം. 1.5 ലക്ഷം കോടിയുടെ നിക്ഷേപം ഉണ്ടായി എന്നാണ് പിണറായി അവകാശപ്പെട്ടത്. അതെന്തുമാവട്ടെ, അതിൻ്റെ മെറിറ്റിലേക്ക് കിടക്കുന്നില്ല. എന്നാൽ അതിലേറ്റവും അധികം നിക്ഷേപ വാഗ്ദാനം നടത്തിയത്, നിക്ഷേപം വരും എന്ന് സർക്കാർ പറഞ്ഞത് ആശുപത്രി മേഖലകളിലാണ്. നമ്മുടെ നാട്ടിൽ ആവശ്യത്തിലധികം പഞ്ചനക്ഷത്ര ആശുപത്രികളുണ്ട്. കേരളത്തിലെ എല്ലാ നഗരങ്ങളിലും, അത് ജില്ലാസ്ഥാനങ്ങളിൽ മാത്രമല്ല, കൊച്ചു നഗരങ്ങളിൽ പോലും. പത്തനംതിട്ട പോലെ ഇപ്പോഴും നഗരാവസ്ഥയിലേക്ക് മാറിയിട്ടില്ലാത്ത ഒരു ജില്ലയിലെ തിരുവല്ല അടങ്ങുന്ന നഗരങ്ങളിൽ പോലും പഞ്ചനക്ഷത്ര ആശുപത്രികളുടെ ഒരു ഒഴുക്കാണ്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഏറ്റവും വലിയ ബിസിനസ്സായി മാറിയിരിക്കുന്നത് ആശുപത്രികളാണ്. മറ്റൊരു വ്യവസായവും കേരളത്തിൽ ഇതുപോലെ കത്തിപ്പടരുന്നില്ല എന്ന് മാത്രമല്ല, മറ്റൊരു സംസ്ഥാനത്തും കേരളത്തിലേതുപോലെ പഞ്ചനക്ഷത്ര ആശുപത്രി സമുച്ചയങ്ങൾ കെട്ടിപ്പൊക്കപ്പെടുന്നില്ല. കേരളത്തിലാകപ്പെടെ 3-3.5 കോടി ജനങ്ങൾ മാത്രമേ ഉള്ളൂ. പക്ഷേ കേരളത്തിലുള്ളതുപോലെ പഞ്ചനക്ഷത്ര ആശുപത്രികൾ മറ്റൊരു സംസ്ഥാനത്തുമില്ല എന്ന് പറയേണ്ടി വരും. അതിനർത്ഥം എന്താണ്? കേരളത്തിൽ രോഗികളുടെ എണ്ണം കൂടുന്നുവെന്നാണോ? പ്രാഥമിക ആരോഗ്യ മേഖലയിൽ നമ്മൾ പ്രഗത്ഭരാണ്, നമുക്കാണ് ആയുസ് കൂടുതൽ എന്നൊക്കെ പറയുമ്പോൾ പിന്നെ എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത്? ഇവിടെയാണ് നമ്മൾ കെണി മനസ്സിലാക്കേണ്ടത്. കേരളത്തിലെ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർന്നതാണ്. എല്ലാവരും എങ്ങനെയെങ്കിലുമൊക്കെ പിടിച്ചു നിൽക്കും. അവനവൻ്റെ ആയുസ്സിനെക്കുറിച്ചും ആരോഗ്യത്തെക്കുറിച്ചും ബോധവാന്മാരാണ്. അതുകൊണ്ട് തന്നെ അവൻ്റെ ഈ ആരോഗ്യത്തെക്കുറിച്ചുള്ള ആശങ്കയെ മുതലെടുക്കാൻ പഞ്ചനക്ഷത്ര ആശുപത്രികൾ മത്സരിക്കുന്നു. ഒരാളെ അങ്ങോട്ട് കിട്ടിയാൽ അപ്പോൾ തന്നെ ഞെക്കിപ്പിഴിഞ്ഞ് എടുക്കുകയാണ്. ഇല്ലാത്ത പരിശോധനകൾ, ഇല്ലാത്ത ഓപ്പറേഷനുകൾ, ഇല്ലാത്ത ആൻറ്റിബയോട്ടിക്കുകൾ എല്ലാം കൊടുത്ത് വാസ്തവത്തിൽ ആശുപത്രിക്കാർ മനുഷ്യരെ രോഗികളാക്കി മാറ്റുന്നു. ഒരു കാര്യം വ്യക്തമാണ്, ആരും പഠിച്ച് അത് പുറത്തു കൊണ്ടുവരാൻ ധൈര്യം കാണിക്കില്ല എന്ന് മാത്രം. ആശുപത്രികളിലെ ഈ അനാവശ്യമായ ചികിത്സയും അനാവശ്യമായ മരുന്നുമാണ് കേരളത്തിൽ ഇത്രയേറെ രോഗികളെ ഉണ്ടാക്കുന്നത്. ഈ ആശുപത്രികളൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിൽ, സർക്കാർ ആശുപത്രികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എങ്കിൽ ഇത്രയധികം രോഗികൾ കേരളത്തിൽ ഉണ്ടാവുമായിരുന്നില്ല. കോടിക്കണക്കിന് രൂപ ചെലവേറിയ യന്ത്ര സാമഗ്രികളാണ് ആശുപത്രികളെ മുമ്പോട്ട് നയിക്കുന്നത്. ഈ കോടികൾ നിക്ഷേപിക്കുമ്പോൾ അവർക്ക് രോഗികളെ പിഴിഞ്ഞെടുക്കാതിരിക്കാൻ നിവൃത്തിയില്ല. ആശുപത്രികളുടെ ഏറ്റവും വലിയ ഭാഗ്യമെന്ന് പറയുന്നത് അവരുടെ ഭാഗത്തുണ്ടാകുന്ന വീഴ്ചകൾ, അത് മരണകാരണമായ വീഴ്ചകളാണെങ്കിൽ പോലും ആരും അറിയില്ല എന്നതാണ്. അനാവശ്യമായി ചികിത്സയായിരിക്കും പലർക്കും കൊടുക്കുന്നത്. അവരെ നിത്യരോഗികളാക്കി വീണ്ടും വീണ്ടും ആശുപത്രിക്ക് ലാഭമുണ്ടാക്കാനായിരിക്കും പലപ്പോഴും ശ്രമിക്കുന്നത്. അതിനിടയിൽ ഒരു രോഗി മരിച്ചുപോയാൽ എല്ലാ പേപ്പറുകളും ശരിയാക്കി ആശുപത്രി അധികാരികളും ഡോക്ടർമാരും രക്ഷപ്പെടും. മെഡിക്കൽ നെഗ്ലിജൻസിൽ ഒരാൾ കൊല്ലപ്പെട്ടാൽ, ഒരാൾക്ക് വീഴ്ച പറ്റിയാൽ അത് തെളിയിക്കേണ്ട വിദഗ്ധർ ഡോക്ടർമാർ തന്നെയാണ്. ഒരിക്കലും ഡോക്ടർമാരുടെ സംഘം, അത് സർക്കാർ ഡോക്ടർമാരുടേതാണെങ്കിലും, അവർ ഡോക്ടർമാരെയും ആശുപത്രികളെയും സഹായിക്കുന്ന നിലപാടാണ് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ആയിരങ്ങളാണ് നമ്മുടെ ആശുപത്രികളിൽ അനാവശ്യമായി മരണത്തിന് കീഴടങ്ങുന്നത്. അത്തരം ഒരുപാട് വാർത്തകൾ മറുനാടൻ പുറം ലോകത്തെത്തിച്ചിട്ടുണ്ട്. എന്നാൽ ആശുപത്രികളിലെ അനാവശ്യ മരണത്തെക്കുറിച്ചുള്ള വാർത്തകൾ നിയമപരമായി ഒരുപാട് കുരുക്കുള്ള ഒന്നാണ്. ഇത് തെളിയിക്കാൻ സാധിച്ചെന്ന് വരില്ല. കോടതികളിൽ ചെല്ലുമ്പോൾ വാർത്ത കൊടുത്തവർ കുഴപ്പത്തിലാകും. അത്തരം ചില അനുഭവങ്ങൾ ഞങ്ങൾക്കുണ്ട്. എന്നാൽ ചിലപ്പോഴെങ്കിലും ചിലർ ഒറ്റയാൻ പോരാട്ടങ്ങളിലൂടെ വിജയം കൈവരിക്കാറുണ്ട്. ആത്യന്തികമായി അവർ വിജയിക്കുമോ എന്നത് രണ്ടാമത്തെ കാര്യം. എന്നാൽ പ്രാഥമികമായി അവർ വിജയിക്കാറുണ്ട്. കോട്ടയത്തുള്ള ഒരു അഡ്വക്കേറ്റ് TN രാജേഷ് ഉണ്ട്. കോട്ടയത്തെ അറിയപ്പെടുന്ന അഭിഭാഷകനാണ്. മറുനാടിൻ്റെ കോട്ടയത്തുള്ള കേസുകളൊക്കെ അദ്ദേഹം കൈകാര്യം ചെയ്യാറുണ്ട്. അഡ്വക്കേറ്റ് TN രാജേഷിൻ്റെ ഭാര്യ പ്രസവ സമയത്ത് ഏറ്റുമാനൂർ മിറ്റേര ഹോസ്പിറ്റലിൻ്റെ വീഴ്ചയ്ക്ക് ഇരയായി കൊല്ലപ്പെട്ടിരുന്നു. ആശുപത്രിയുടെ പൂർണ്ണമായ വീഴ്ചയായിരുന്നു രാജേഷിൻ്റെ ഭാര്യയുടെ ജീവനെടുത്തത്. രാജേഷ് അതിനെതിരെ കൃത്യമായി നിയമപോരാട്ടം നടത്തി ആശുപത്രിയെ പ്രതി ചേർത്ത് മുമ്പോട്ട് പോവുകയാണ്. അത്തരം ചില സംഭവങ്ങൾ മാത്രമേ റിപ്പോർട്ട് ചെയ്യപ്പെടാറുള്ളൂ. അത്തരമൊരു സംഭവമാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ മുമ്പിൽ മറുനാടൻ ഇന്ന് അവതരിപ്പിക്കുന്നത്. കോഴിക്കോട് കക്കാടംപൊയിൽ താമസിക്കുന്ന റെനി ജോസ് എന്ന റിട്ടയേർഡ് ബാങ്കർ. ആക്സിസ് ബാങ്കിൻ്റെ കേരള ഓപ്പറേഷൻസ് ഹെഡായി റിട്ടയർ ചെയ്ത ആളാണ് റെനി ജോസ്. അദ്ദേഹത്തിൻ്റെ ഭാര്യ സോജി റെനി 2021 മെയ് മാസത്തിൽ കോവിഡിൻ്റെ മൂർധന്യത്തിൽ സഹിക്കാനാവാത്ത നടുവുവേദനയെ തുടർന്ന് എറണാകുളം മെഡിക്കൽ സെന്റർ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നു. മുമ്പ് മൂത്രത്തിൽ കല്ലടക്കമുള്ള രോഗങ്ങൾക്ക് വേണ്ടി സോജിയെ ചികിത്സിച്ചിട്ടുണ്ട്. അതേ ലക്ഷണങ്ങൾ ഉള്ളതുകൊണ്ടാണ് സഹിക്കാനാവാത്ത വേദനയെ തുടർന്ന് കോവിഡായിട്ടും സോജിയെ റെനി അവിടെ എത്തിച്ചത്. ചെന്ന ഉടൻ ആന്റിജൻ പരിശോധന നടത്തി. എന്നാൽ അതിന് ഫലം വ്യക്തമായിരുന്നില്ല. RT-PC പരിശോധനയ്ക്ക് സമയമെടുക്കുന്നതുകൊണ്ട് ഡോക്ടർ സംഘം റെനി ഗുരുതരമായി കോവിഡ് ബാധിച്ച് മരണാസന്നയാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞ് ICUവിൽ അഡ്മിറ്റ് ചെയ്തു.
അന്നും റെനി പറഞ്ഞതാണ് കിഡ്നി സംബന്ധമായ രോഗമുള്ളതുകൊണ്ട് അത് പരിശോധിക്കണമെന്ന്. റോയി ജോർജ് ഷാരൻ എന്ന ഡോക്ടറായിരുന്നു ധൃതി പിടിച്ച് അക്യൂട്ട് കോവിഡ് ആണ് എന്ന് പറഞ്ഞ് പരിശോധനാ ഫലം പോലുമില്ലാതെ നിരവധി കോവിഡ് രോഗികളെ നിരത്തിക്കെടുത്തിരിക്കുന്ന ഐസിയുവിലേക്ക് സോജി റെനിയെ കയറ്റിയത്. ആശുപത്രിക്ക് പുറത്തു പോകാൻ പാടില്ല എന്നാണ് അന്നത്തെ പ്രോട്ടോകോൾ. അതുകൊണ്ട് തന്നെ റെനിയും മകനും ആശുപത്രിയിൽ തന്നെ സ്വകാര്യ മുറിയെടുത്ത് താമസമുറപ്പിച്ചു. തൻ്റെ ഭാര്യയ്ക്ക് കോവിഡ് അല്ല, ആദ്യം കോവിഡിൻ്റെ റിസൾട്ട് വരട്ടെ, അതുവരെ ഒരു മുറിയിൽ താമസിപ്പിക്കൂ എന്ന് പറഞ്ഞിട്ടും ആശുപത്രി വഴങ്ങിയില്ല. അനേകം കോവിഡ് രോഗികൾക്കൊപ്പം സോജിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. റെനിയും മകനും ആശങ്കയോടെ ഒരു ദിവസം മുഴുവൻ തള്ളി നീക്കി. ഭാര്യയെ ബന്ധപ്പെടാനോ വിവരങ്ങൾ അറിയാനോ സാധിച്ചില്ല. അതിന് അനുമതിയും കൊടുത്തില്ല. പിറ്റേ ദിവസം RT-PC പരിശോധനാ ഫലം പുറത്തു വന്നപ്പോൾ സോജിക്ക് മാത്രമല്ല റെനിക്കും മകനും നെഗറ്റീവാണ്. പക്ഷേ ഈ വിവരമൊന്നും ആശുപത്രി അധികാരികൾ അറിയിക്കുന്നില്ല. 2 ദിവസം ഭാര്യയ്ക്ക് എന്ത് സംഭവിച്ചെന്നറിയാതെ വിഷമിച്ച റെനി രണ്ടും കൽപ്പിച്ച് എല്ലാ വിലക്കുകളും ലംഘിച്ചുകൊണ്ട് ഐസിയുവിലേക്ക് ഇടിച്ചു കയറി. റെനിയെ കണ്ട ഉടൻ ഭാര്യ സോജി ചാടി എണീറ്റ് നിലത്തേക്ക് വീഴുകയായിരുന്നു. അവർ അതുവരെ പ്രതീക്ഷിച്ചിരുന്നത് ഗുരുതരമായ കോവിഡാണ്. തന്നോടൊപ്പം ഐസിയുവിലുള്ള പല രോഗികളും മരിച്ചു പോകുന്നത് കണ്ട് താൻ ഉടനടി മരിക്കും എന്ന് ഭയന്ന് റെനി കഴിയുകയാണ്. RT-PC നെഗറ്റീവാണ് എന്ന് പറഞ്ഞിട്ടും ഡോക്ടർ സംഘം അനുവദിച്ചില്ല. എന്നാൽ റിനി ബഹളം വെച്ച് സോജിയെ ഡിസ്ചാർജ് വാങ്ങിക്കൊണ്ടുവന്നു. മെഡിക്കൽ സമ്മറി വാങ്ങിയപ്പോൾ അന്ന് WHO നിരോധിച്ചിരുന്ന ഗുരുതരമായ പാർശ്വഫലങ്ങളുള്ള മരിക്കുമെന്ന് ഉറപ്പുള്ളവർക്ക് മാത്രം പരീക്ഷിക്കാൻ കൊടുക്കാവുന്ന മരുന്ന് വരെ കുത്തിവെച്ചു എന്ന് മനസ്സിലായി. മാത്രമല്ല തലേദിവസം ഡോക്ടർ റോയി ജോർജ് ഷാരോൺ മുറിയിലെത്തി കരുണയുടെ കൊന്ത ചെല്ലിക്കോളൂ, ഏതു നിമിഷവും തൻ്റെ ഭാര്യ മരിച്ചു പോകും എന്ന് വരെ റെനിയോട് പറഞ്ഞിരുന്നു. അതൊക്കെ കരുതിക്കൊണ്ടാണ് എതിർപ്പ് വകവയ്ക്കാതെ റെനി തൻ്റെ ഭാര്യയെ സോജിയെ ഡിസ്ചാർജ് ചെയ്തു കൊണ്ടുപോയത്. കിഡ്നി രോഗത്തിന് ഒരു ചികിത്സയും ആശുപത്രി ചെയ്തിരുന്നില്ല. ഗുരുതരമായ കോവിഡ് രോഗികൾക്കുള്ള ഗൗരവമേറിയ ചികിത്സ മാത്രമാണ് നടത്തിയത്. കോവിഡിന് പ്രത്യേകിച്ച് ചികിത്സയൊന്നും ഇല്ലാത്തപ്പോഴാണ് ഈ പരീക്ഷണമെന്ന് ഓർക്കണം. അങ്ങനെ ഡിസ്ചാർജ് ചെയ്ത് മറ്റൊരു ആശുപത്രിയിൽ കൊണ്ടുപോയി കിഡ്നി രോഗത്തിന് ചികിത്സിച്ച് സോജി ഭേദമായി. ആയുർവേദ ചികിത്സയൊക്കെ കഴിഞ്ഞ് രോഗത്തെ അതിജീവിച്ച് സോജി ഇപ്പോഴും റെനിക്കൊപ്പം താമസിക്കുന്നു. എന്നാൽ കാശുണ്ടാക്കുന്നതിന് വേണ്ടി രോഗം പരിശോധിച്ച് ഉറപ്പാക്കുന്നതിന് മുൻപ് കോവിഡ് രോഗികൾക്കൊപ്പം തൻ്റെ ഭാര്യ സോജിയെ കിടത്തി കൊല്ലാൻ ശ്രമിച്ചതിന് മെഡിക്കൽ സെൻറ്റർ ആശുപത്രിക്കെതിരെ റെനി നിയമ നടപടിയുമായി മുമ്പോട്ട് പോയി. മാധ്യമങ്ങളെയൊക്കെ സമീപിച്ച് വാർത്ത കൊടുത്തെങ്കിലും ആരും ഗവനിച്ചില്ല. ഒടുവിൽ മലപ്പുറം കൺസ്യൂമർ കോടതിയിൽ റെനി കേസ് ഫയൽ ചെയ്തു. അതിനിടയിൽ ആരോഗ്യമന്ത്രിക്കും മനുഷ്യാവകാശ കമ്മീഷനുമൊക്കെ പരാതിപ്പെട്ടിരുന്നു. മനുഷ്യാവകാശ കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം അഡീഷണൽ DMOയുടെ നേതൃത്വത്തിൽ ഒരു അന്വേഷണ സംഘത്തെ നിയോഗിച്ചെങ്കിലും മെഡിക്കൽ ലോബിക്ക് വഴങ്ങി ആശുപത്രിയെ വെള്ളപൂശുന്ന റിപ്പോർട്ടാണ് കൊടുത്തത്. സർക്കാർ സംവിധാനമാണെങ്കിലും അല്ലെങ്കിലും ആശുപത്രികളെ വെള്ളപൂശുന്ന തരത്തിൽ ഡോക്ടർമാരെ രക്ഷിച്ചെടുക്കുന്ന തരത്തിൽ മാത്രമാണ് മിക്കപ്പോഴും ഇത്തരം സംഘങ്ങൾ റിപ്പോർട്ട് നൽകുക. പക്ഷേ തൃശ്ശൂരിലെ അഡ്വക്കേറ്റ് രേണുക മേനോന്റെ നേതൃത്വത്തിലുള്ള നിയമ പോരാട്ടം വിജയിച്ചു. പൂർണ്ണമായും ആശുപത്രിയുടെ വീഴ്ചയാണെന്നും 5 ലക്ഷം രൂപ നഷ്ടപരിഹാരം കൊടുക്കണമെന്നും 25,000 രൂപ ചെലവ് കൊടുക്കണമെന്നും മലപ്പുറം കൺസ്യൂമർ കോടതി ഉത്തരവിട്ടിരിക്കുന്നു. കൺസ്യൂമർ കോടതി പ്രസിഡന്റ് മോഹൻദാസ് കെയും അംഗങ്ങളായ പ്രീതി ശിവരാമനും മുഹമ്മദ് ഇസ്മയിലും ഒരുമിച്ചെഴുതിയ വിധിയിൽ ഇങ്ങനെ പറയുന്നു: ഹെൻസ് കൺസിഡറിംഗ് ദ എൻറ്റയർ ഫാക്ട്സ് ആൻഡ് സർക്കംസ്റ്റൻസസ് ദിസ് കംപ്ലൈന്റ് സ്റ്റാൻഡ്സ് അലൗഡ് ആസ് ഫോളോസ്. ഈ പരാതി അംഗീകരിച്ചിരിക്കുന്നു. താഴെ പറയുന്ന കാര്യം: ദ ഓപ്പോസിറ്റ് പാർട്ടീസ്, അതായത് മെഡിക്കൽ സെൻറ്റർ ആശുപത്രി, ഓപ്പോസിറ്റ് പാർട്ടീസ് ആർ ഡയറക്റ്റഡ് ടു പേ ₹5 lakhs only as compensation on account of deficiency in service and unfair trade practice. തെറ്റായ ചികിത്സ, തൊഴിൽ രീതികൾ, ആൻഡ് ദെയർബൈ കോസ്ഡ് ഇൻകൺവീനിയൻസ്, ഇതുവഴി ഉണ്ടാക്കിയിരിക്കുന്ന അസൗകര്യങ്ങൾ, ഹാർഡ്ഷിപ്പ് ആൻഡ് മെൻ്റൽ ട്രൗമ ടു ദി കംപ്ലൈനന്റ്, അയാൾക്കുണ്ടായ മാനസികമായ ബുദ്ധിമുട്ടുകളും എല്ലാം പരിഗണിച്ചുകൊണ്ട് 5 ലക്ഷം രൂപ നഷ്ടപരിഹാരം കൊടുക്കണം. ദ ഓപ്പോസിറ്റ് പാർട്ടീസ് ആർ ഡയറക്റ്റഡ് ടു പേ ₹25,000 only to the complainant as cost of the proceedings. ചെലവായി 25,000 രൂപ കൊടുക്കണം. The opposite parties shall comply this order within 1 month from the date of receipt of the copy of this order, failing which the complainant is entitled to interest at the rate of 9% per annum from the date of filing the complaint to till date of payment. അതായത് 1 മാസത്തിനേക്ക് പണം കൊടുക്കണം, അല്ലെങ്കിൽ 9% പലിശ പരാതി കൊടുത്ത അന്ന് മുതൽ കണക്കാക്കി കൊടുക്കണം. അതായത് കഴിഞ്ഞ 3 വർഷം മുമ്പത്തെ പലിശ കൂടി കൂട്ടിക്കൊടുക്കണം. റെനിയും സോജിയും നടത്തിയ നിയമ പോരാട്ടം വിജയിച്ചിരിക്കുന്നു. 3 മാസമായിട്ടും അവർ പണം കൊടുത്തിട്ടില്ല. പലിശ സഹിതം പണം കൊടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു.
ഇത്തരം നിയമ പോരാട്ടങ്ങൾ നടത്തുന്നവരെ അഭിനന്ദിക്കാതിരിക്കാൻ നിവൃത്തിയില്ല. നമ്മുടെ പഞ്ചനക്ഷത്ര ആശുപത്രികളിൽ സംഭവിക്കുന്ന ചികിത്സാ വീഴ്ചകളിലേക്കുള്ള ഒരു വെള്ളി വെളിച്ചമായി ഇത് ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെടും. സോജി പറഞ്ഞ ചില കാര്യങ്ങൾ കൂടി കേൾക്കുക. അത്തരത്തിലൊരു സാഹചര്യത്തിലേക്ക് എന്നെ നയിച്ചത് നമുക്ക് നമ്മുടെ ഏറ്റവും അടുത്ത ആൾക്കാരെ ഇങ്ങനെ ഒരു മരിക്കുന്ന അവസ്ഥയിലേക്ക് കിടക്കുക എന്നുള്ളൊരു ഡോക്ടർ പറയുമ്പോൾ നമ്മൾക്ക് അതിനുള്ള ശക്തി കിട്ടും. എൻ്റെ ഒരു മാനസികാവസ്ഥ അന്നേരം അതായിരുന്നു. ഞാൻ 48 hours എൻ്റെ വൈഫിനെ ICUന്ന് റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനായിട്ട് പല ഡോക്ടർമാരോടും ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു. ആരും അത് അംഗീകരിക്കുന്നില്ല. കാരണം സെക്കൻഡ് ഡേ മോർണിംഗിൽ തന്നെ RT-PCR റിസൾട്ട് വന്നു. ഞങ്ങളെല്ലാവരും നെഗറ്റീവാണ്. ഞാനും മോന് വൈഫും നെഗറ്റീവായി. സെക്കൻഡ് എന്ന് പറയുമ്പോൾ 27-ാം തീയതി മോർണിംഗിൽ തന്നെ റിസൾട്ട് വന്നു. കാരണം അന്ന് DDRCL പുറത്ത് റിസൾട്ട് കൊടുത്തിട്ട് കിട്ടുകയാണ് ചെയ്യുന്നത്. ഹോസ്പിറ്റൽസൊന്നും ടെസ്റ്റ് ചെയ്യാനുള്ള സംവിധാനമില്ല. അപ്പോൾ തന്നെ ഞാൻ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനുള്ള നടപടി സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരുടെ എല്ലാ ഡോക്ടേഴ്സിനെ റിക്വസ്റ്റ് ചെയ്യുന്നു, ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടറെ റിക്വസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഇതെല്ലാം അവർ നിരസിക്കുകയാണ്. അവർ നമ്മളെ രോഗിയായിട്ട് എൻ്റെ വൈഫുമായിട്ട് കാണാനോ സംസാരിക്കാനോ ഉള്ള ഒരു അവസരം തരുന്നില്ല. ഞാൻ വിളിക്കുന്ന കോളുകൾ പോലും അവർ എടുക്കുന്നില്ല. ICUലേക്ക് വിളിച്ചിട്ടുണ്ടെങ്കിൽ അവിടുത്തെ നേഴ്സസൊക്കെ നമ്മളോടും കൂടി ഷൗട്ട് ചെയ്യാണ്, നിങ്ങളും കൂടി വിളിക്കരുത് മേലാൽ, ഇത് ICU ആണ്, അങ്ങനെയുള്ള ഇതൊക്കെ. അപ്പോൾ ഇതൊക്കെ പ്രോബ്ലി അവരുടെ മാനേജ്മെൻറ്റ് പറഞ്ഞ ഒരു സിസ്റ്റം ആയിരിക്കാന്ന് എനിക്ക് തോന്നി. ഇത് എറണാകുളം മെഡിക്കൽ സെന്റർ ആണ്. ഡോക്ടർ റോയ് ജോർജ് ഷാരനാണ് ഞങ്ങൾ ട്രീറ്റ് ചെയ്ത മെയിൻ ഡോക്ടർ ആയിരിക്കുന്നത്. അപ്പോൾ അയാളാണെങ്കിലും ഫോൺ എടുക്കുന്നില്ല. അയാൾ എന്താണ് സംഭവം എന്ന് പറയുന്നില്ല. രോഗിയുടെ സിറ്റുവേഷൻ എന്താണ്, കണ്ടീഷൻ എന്താണ്, ഇതങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഈ ഡോക്ടർ പറയുന്നില്ല. അപ്പോൾ ഒരു സാധാരണഗതിയിൽ ഒരു ഹസ്ബൻഡിനോ അല്ലെങ്കിൽ റിലേറ്റീവ് ആരാണെങ്കിലും ഉണ്ടാവുന്ന ഒരു ആൻഷ്യറ്റി അല്ലെങ്കിൽ ഉണ്ടാവുന്ന ഒരു വിഷമം, ആ ഒരു ട്രോമ ആ സമയത്ത് നമുക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. അത് കൂടാതെ അന്ന് വൈകുന്നേരം ഡോക്ടർ വന്ന് 26-ാം തീയതി രാത്രി കഴിഞ്ഞ് ഡോക്ടർ വന്ന് പറയാണ്, വൈകുന്നേരം ഏകദേശം 7 മണിയാവും, നിങ്ങളുടെ വൈഫ് സമയത്ത് മരിക്കാം, അത്രയ്ക്ക് അക്യൂട്ട് കോവിഡ് കേസാണ്, നിങ്ങൾ കരുണക്കന്ത ചെല്ലിക്കോളും, പ്രാർത്ഥിച്ചോളൂ. കരുണക്കന്ത എന്ന് പറഞ്ഞാൽ നമ്മൾ ക്രിസ്ത്യൻസ് മരിക്കാൻ നേരത്തെ ഡെഡ് ബെഡിൽ ചെയ്യുന്ന ഒരു പ്രാർത്ഥനയാണ്, അന്ത്യപ്രകാശ പോലത്തെ. അപ്പോൾ അത് നിങ്ങൾ ചെല്ലിക്കോളൂ, നിങ്ങൾ പ്രാർത്ഥിച്ചോളൂ. അപ്പോൾ അത് തന്നെയാണ് വൈഫിനോടും പറയുന്നതെന്ന് പിന്നീട് ഞങ്ങൾ അറിഞ്ഞത്. അപ്പോൾ എൻ്റെ മോൻ്റെ മുന്നിൽ വെച്ചാണ് ഇത് പറയുന്നത്. മോനും ഞാൻ നിൽക്കുമ്പോഴാണ് ഇത് വന്ന് പറയുന്നത്. ആ ഒരു സാഹചര്യം നിങ്ങളൊന്ന് മനസ്സിലാക്കണം. അപ്പം എന്ത് ചെയ്യാനുള്ള ധൈര്യം കിട്ടും. പക്ഷേ അത് ഈ ഡോക്ടർ പറഞ്ഞപ്പോൾ എനിക്ക് കൂടുതൽ ധൈര്യം കിട്ടി. കാരണം ഈ ഒരിക്കലും ഇങ്ങനെ ഒരു നല്ല ഡോക്ടർ പറയില്ല, ഒരു ജെന്യൂൻ ആയിട്ടുള്ള പ്രൊഫഷണൽ ആയിട്ടുള്ള ഡോക്ടർ ഒരിക്കലും ഇത് പറയില്ല എന്ന് എനിക്ക് അപ്പോൾ തൊട്ട് ഞാൻ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് ഡിസ്ചാർജ് ചെയ്യണം എന്നുള്ളൊരു പ്ലാനിലേക്ക് പോയി. നെക്സ്റ്റ് ഡേ മോർണിംഗ് വരെ അവരെന്നെ വെയിറ്റ് ചെയ്യിപ്പിക്കേണ്ടി വന്നു. ഞാൻ കൊടുത്ത റിക്വസ്റ്റുകളും ഞാൻ പറഞ്ഞതൊക്കെ അവർ തള്ളിക്കളഞ്ഞു. നെക്സ്റ്റ് ഡേ മോർണിംഗ് വരെ എങ്ങനെയും അവർ പിടിച്ചു നിർത്തി. അവരുടെ ഉദ്ദേശം എങ്ങനെയും ഈ കേസ് വേഴ്സാക്കുക, കോവിഡ് പിടിപ്പിക്കുക. ആ കോവിഡ് ഈ വാർഡിൽ തന്നെ ഇട്ടുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ പിന്നീട് പിറ്റേ ദിവസം ടെസ്റ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ കോവിഡ് പോസിറ്റീവായി കിട്ടാം. അതുകൂടെ ആയിരിക്കും അവരുടെ പർപ്പസ്. അപ്പം അതിനു മുമ്പ് എങ്ങനെയും എനിക്ക് അവിടുന്ന് ഒരു പുറത്ത് കൊണ്ടുവരണം എന്നുള്ളൊരു ഒരു ഒറ്റ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. നേരം വിളിക്കുന്നവർ തന്നെ എങ്ങനെയോ അവിടെ കഴിച്ചു കൂട്ടി. രാത്രി നേരം വിളിത്ത് ഇമ്മീഡിയറ്റ്ലി റിക്വസ്റ്റ് ചെയ്തവർ ടേൺ ഡൗൺ മൈ റിക്വസ്റ്റ്. ദെൻ ഒരു 10 മണിയായപ്പോഴത്തെ ഞാൻ അവരുടെ ICU അവിടെ നിന്ന് തപ്പി ഇറങ്ങി ഞാൻ അവിടേക്ക് പോവുകയാണ് ചെയ്തത്. ആ പോകുന്ന വഴിക്ക് ഇവരെൻ്റെ അടുത്ത് പറഞ്ഞത് എല്ലാ ICUയും ഫുള്ളാണ്, ഇവിടെ ബെഡുകളില്ല എന്നുള്ളൊരു ഒരു മെസ്സേജാണ് എനിക്ക് ആദ്യം തന്നത്. ഞാൻ പോകുന്ന വഴിക്ക് പല ICUയിലൂടെ കയറിയാണ് ഞാൻ എൻ്റെ ഉള്ളിൽ കൂടെ പോകുന്നത്. എല്ലാ ICUയും കാലിയാണ്, ആരും അവിടെ ഇല്ല. ഈ കോവിഡ് സസ്പെക്ട് ICU എവിടെയാണെന്ന് എനിക്ക് കണ്ടുപിടിക്കണം. ഞാൻ അങ്ങനെ പലരോട് ചോദിച്ചു, നഴ്സുമാരോടൊക്കെ ചോദിച്ചു, സെക്യൂരിറ്റിയുടെ കണ്ണ് വെട്ടിച്ചു. സെക്യൂരിറ്റിക്കാരൊക്കെ അവിടെയൊക്കെ നിൽക്കുന്നുണ്ട്, അവരുടെയൊക്കെ കണ്ണ് വെട്ടിച്ചിട്ട് ഞാനങ്ങനെ പോകുന്നത്. ഒരു സെക്യൂരിറ്റി എൻ്റെ അടുത്ത് തടഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് അത്യാവശ്യമായിട്ട് പോകണം എന്ന് പറഞ്ഞാൽ അയാളുടെ കൈയൊക്കെ തട്ടിമാറ്റി ഞാൻ പോകുന്നു. അങ്ങനെ ഞാനൊരു സംഭവം ഞാൻ അവിടെ എത്തിക്കഴിഞ്ഞാൽ ഞാൻ കാണുന്ന വൈഫ് നേരെ മുന്നിൽ തന്നെ കിടക്കുന്നുണ്ട്. പിന്നെ കണ്ടപ്പോൾ തന്നെ നമുക്ക് സമാധാനമായി. അങ്ങനെ എനിക്ക് ഇപ്പോൾ അന്നേരത്തേക്കും ഡോക്ടർ അവിടെ പാഞ്ഞു വന്നു, ഓടി വന്നായിരുന്നു. അയാൾ ഇവിടുന്ന് എവിടെ നിന്നാണ് വന്നത് അറിയില്ല, അയാൾ പാഞ്ഞു ഓടി വന്നു. വന്നിട്ട് നിങ്ങളിപ്പോൾ ഡിസ്ചാർജ് ചെയ്യരുത്, ആൾ വളരെ മോശം കണ്ടീഷനാണ്, എന്ത് സംഭവിക്കാം. അതോടൊപ്പം തന്നെ വൈഫിനെ കൺവിൻസ് ചെയ്യാൻ തുടങ്ങി, നിങ്ങളിപ്പോൾ പോകരുത്, നിങ്ങൾക്ക് എന്ത് സംഭവിക്കാം എന്നുള്ള രീതി. മാക്സിമം ഞാൻ ക്ഷമിച്ചിട്ട് ഡോക്ടറെ ഞങ്ങൾ വീട്ടിൽ പോവാണ്, ഞങ്ങൾക്ക് അത്യാവശ്യമായിട്ട് ഇത് ഇവിടുന്ന് പോകണം, ഞങ്ങൾക്ക് തിരിച്ചു വരാം, തൽക്കാലം ഞങ്ങൾക്ക് ഡിസ്ചാർജ് ചെയ്ത് പോകണം എന്നുള്ളൊരു റിക്വസ്റ്റ് ചെയ്തു. അപ്പോൾ അയാൾ പറഞ്ഞു എന്നാൽ നിങ്ങൾ തിരിച്ചു വരും, മെഡിസിൻസൊക്കെ തന്നോളൂ, ഞാൻ കൊണ്ടുപോകാം എന്നും പറഞ്ഞ് ഞാൻ അവരുടെ അടുത്ത് സമാധാനപരമായി പറഞ്ഞ് മരുന്നൊക്കെ മേടിച്ച് ഡിസ്ചാർജ് സമ്മറിയും മേടിച്ച് എല്ലാ ഡോക്യുമെൻറ്റും മേടിച്ച് പുറത്ത് ഞാൻ വരികയായിരുന്നു. പുറത്തിറങ്ങി ഞാൻ അയാളെ വിളിച്ചു, ഡോക്ടറെ നമുക്കിനി കാണാം കോടതിയിൽ വെച്ച് ഞാൻ പറയുകയും ചെയ്തു. അയാൾ ചിരിക്കുകയില്ല, വളരെ
ഇതായിട്ട് കാഷ്വലായിട്ട് ചിരിക്കുകയായിരുന്നു. പിറ്റേന്ന് 2 ദിവസം കഴിഞ്ഞ് ഈ സബ്സൈഡ് ചെയ്തു. കാരണം അത്രയൊക്കെ സ്ട്രോങ് മെഡിസിനാണ് തന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് ആൾക്ക് ഒന്ന് വീട്ടിലെത്തിയപ്പോൾ തന്നെ ആള് പകുതി സമാധാനമായി. അത്യാവശ്യം ഭക്ഷണം കഴിക്കാൻ തുടങ്ങി കഴിയുമ്പോൾ തന്നെ അത് അവിടെ ICUവിൽ ഭക്ഷണം പോലും പ്രോപ്പറായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. വീട്ടിലെത്തി കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോൾ ആള് കുറെ മരുന്നൊക്കെ കഴിച്ച് കുറേയൊക്കെ വെള്ളം കുടിച്ച് കുറേയൊക്കെ ഒന്ന് സബ്സൈഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ വിചാരിച്ചു ഇനിയിപ്പോൾ ഒന്ന് ടെസ്റ്റിന് പോകണം. അപ്പൊ ആ സമയത്ത് ആകുമ്പോഴത്തേനും വൈഫിന് വീണ്ടും പെയിൻ തുടങ്ങി. അപ്പൊ ഈ പെയിൻ കില്ലറിന്റെ എഫക്റ്റ് ഒക്കെ കഴിഞ്ഞപ്പോൾ പെയിൻ തുടങ്ങി. ഇമ്മീഡിയറ്റ്ലി ഞാൻ മെഡിസെറ്റിൽ എൻ്റെ ഒരു സുഹൃത്തിനെ വിളിച്ചു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവര് ആക്ച്വലി ഒരു ഹോസ്പിറ്റലിൽ എന്താണ് ചെയ്യേണ്ടത് തന്നെ അവിടെ ചെയ്തു. അപ്പം തന്നെ അവർ ചെന്നവിടെ തന്നെ ആൻറ്റിജൻ ടെസ്റ്റ് ചെയ്തു, അത് നെഗറ്റീവാണ്. ഉടൻ തന്നെ അവർ സ്കാനിങ്ങിന് ഇട്ടു. RT-PCR ടെസ്റ്റിന് വേണ്ടിയിട്ടുള്ള മെഡിസിൻ അതൊക്കെ ഫോർമാലിറ്റീസ് കംപ്ലീറ്റ് ചെയ്തു. എൻ്റെയും ചെയ്തു, വൈഫിൻ്റെയും ചെയ്തു. ഞങ്ങൾ എല്ലാവരും പിന്നീടും നെഗറ്റീവ്. ഇത്രയും ദിവസം അവിടെ കിടന്നിട്ടും വൈഫ് നെഗറ്റീവായിരുന്നു. ഒരിക്കലും വൈഫിന് അവിടെ ഒരു പ്രാവശ്യം പോലും കോവിഡ് പോസിറ്റീവ് ആയിട്ടില്ല. അപ്പോൾ ഇത് ആക്കാനുള്ള ശ്രമങ്ങളായിരുന്നു അവർ നടത്തിക്കൊണ്ടിരുന്നത്. ഞങ്ങൾ തിരിച്ച് വീട്ടിൽ വന്ന് ഞങ്ങൾ വീണ്ടും അടുത്ത ഹോസ്പിറ്റലിൽ ചെന്ന് അവിടെ ചെന്ന് ടെസ്റ്റ് RT-PCR ചെയ്തപ്പോഴും അവിടെ നെഗറ്റീവാണ്. ദൈവം അനുഗ്രഹിച്ച് കോവിഡ് പിടിച്ചില്ല. അപ്പോൾ അത് പിറ്റേ ദിവസം അവർ അന്ന് തന്നെ അവർ സ്കാൻ ചെയ്തപ്പോൾ മനസ്സിലായി കിഡ്നി സംബന്ധമായ രോഗമാണ്, കിഡ്നി സ്റ്റെൻഡ് ഇടണം, കിഡ്നി വീക്കാണ്. ഉടൻ തന്നെ അവർ അതിലേക്ക് കടന്നു. പിറ്റേ ദിവസം സ്റ്റെൻഡ് ഇട്ടു. ഞങ്ങൾ 8 ദിവസം അവിടെ കടന്നു. 8 ദിവസം കഴിഞ്ഞ് ഞങ്ങൾ ഡിസ്ചാർജായി.